വയനാട് മാനന്തവാടി എരുമത്തെരുവിൽ കാറിന് തീ കൊളുത്തിയ യുവാവ് ആത്മഹത്യ ചെയ്തു. കണ്ണൂർ സ്വദേശി സജീറാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന ഇയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. സജീർ കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് സജീർ റെക്കോർഡ് ചെയ്ത വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. മാനന്തവാടി സ്വദേശി ഇ.സി. ബാപ്പു എന്ന ആളാണ് മരണത്തിന് കാരണമെന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. റഫീഖ് എന്ന ആൾക്കെതിരെയും വീഡിയോയിൽ പരാമർശമുണ്ട്. എൻ്റെ ഓളി എൻ്റെ മക്കളെ മരണത്തിന് കാരണം ഇ.സി. ബാപ്പു മാനന്തവാടി. കാരണം ഇ.സി. ബാപ്പുവിൻ്റെ ഒരു ബിൽഡിങ് കുട്ടത്തുണ്ട്. 1,20,00,000 റുപ്യ എനിക്ക് അവിടെ മുടക്കുണ്ട്. അതിൽ തന്നില്ല അയാളോട് ഞാൻ 25 ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ടാണ് അയാൾക്ക് ഞാൻ ആ ബിൽഡിങ് കൊടുക്കുന്നത്. അയാൾക്ക് വേണമെന്നുണ്ട്. അങ്ങനെ അയാൾക്ക് ആ ബിൽഡിങ്ങിന് 25 ലക്ഷം റുപ്യ തിരിച്ചു തരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ് കൊടുക്കുന്നത്. അങ്ങനെ അയാൾക്ക് എന്തില്ല ബിൽഡിങ് കൊടുക്കും. ഞാൻ ഫസ്റ്റേ പറഞ്ഞ് പേരോ ബാക്കി വേറെ എഗ്രിമെൻ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ വരുന്ന ദിവസം വരെ എന്തില്ല നിങ്ങൾ ആ ബിൽഡിങ് നടത്തിക്കാനൊക്കെ 1 റുപ്യ വേണ്ട. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ബിൽഡിങ് കൊടുക്കുന്നത്. ഇപ്പം എന്തില്ല അയാളെന്തില്ല വേറെ ആൾക്കാർക്ക് വേറെ ഇപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരു പാർട്ടി ബേക്കറി അടിയിൽ ബേക്കറി എടുത്ത പേരെന്തില്ല മാറ്റിക്കളഞ്ഞു. നമ്മൾ വരുമ്പോൾ കത്തുന്നതാണ്ടേ ഓടി വന്ന തീ അടച്ച് ഇങ്ങനെ അയാൾ ഇങ്ങനെ കവിന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മക്കള് 3-4 പുറത്തേക്കാക്കി. പിന്നെ വർത്തമാനം പറയുന്ന ഒരു മോന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ചെറിയ മക്കളാണ്. പിന്നെ ഈ ഉമ്മയും ഉമ്മക്ക് നല്ല പൊള്ളലുണ്ട്. പിന്നെ അയാൾ എന്തായാലും കഴിച്ചിലാക്കാൻ പറ്റിയില്ല. വയനാട് മാനന്തവാടി എരുമത്തെരുവിലാണ് കാറിന് തീ കൊളുത്തി യുവാവ് ആത്മഹത്യ ചെയ്തത്. ആ യുവാവിൻ്റെ മരണത്തിന് മുമ്പുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ സജീറാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന ഇയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഇവർ നിലവിൽ ചികിത്സയിലാണ്. സജീർ കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് സജീർ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ദൃക്സാക്ഷിയുടെ അടക്കം വിവരങ്ങൾ ദൃക്സാക്ഷിയുടെ അടക്കം വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാനന്തവാടി സ്വദേശിയായ ഇ.സി. ബാപ്പു എന്നയാളാണ് മരണത്തിന് കാരണമെന്നും ഈ ഒരു സജീറിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. റഫീഖ് എന്ന ആൾക്കെതിരെയും വീഡിയോയിൽ പരാമർശമുണ്ട്.